നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ തോറ്റു, ജപ്പാനോട് 3-2 തോറ്റു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്രസീൽ ഒരു ഫുട്ബോൾ മത്സരം ജപ്പാനോട് തോൽക്കുന്നത്. ഇതിനു മുമ്പ് 13 മത്സരങ്ങൾ ജപ്പാനുമായിട്ട് കളിച്ച ബ്രസീൽ 11 വിജയങ്ങൾ, 2 സമനിലകൾ, 0 പരാജയങ്ങൾ. ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഇതാ തോറ്റിരിക്കുകയാണ്. സോ ജപ്പാനോട് ചരിത്ര തോൽവി എന്ന് ആ അർത്ഥത്തിൽ പറയാം. ആഞ്ചലോട്ടി ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു റെക്കോർഡാണിത്. എന്നാൽ ഈ കളി എവിടെ പാളിച്ചു പറ്റി, എന്താ സംഭവിച്ചത്? തീർച്ചയായിട്ടും ആഞ്ചലോട്ടി കളിക്ക് മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. നാളത്തെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അദ്ദേഹം ഇന്നലെ പറയുകയാണ്, നാളത്തെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നവംബറിലും ഞാൻ ടീമിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തും. മാർച്ച് ആകുമ്പോഴേക്കാണ് വേൾഡ് കപ്പിനുള്ള ടീമിനെ സെറ്റാക്കുക എന്ന്. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം പരീക്ഷണത്തിനുള്ളൊരു സമയമായിട്ടൊക്കെ തന്നെയാണ് ഈ മത്സരങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഇതിനെ കാണണം. കളി കഴിഞ്ഞിട്ടും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ഇത് പരീക്ഷണങ്ങൾക്കുള്ള സമയമാണ് എന്ന്. പിന്നെ ഇൻഡിവിജ്വൽ എറേഴ്സ് അത് സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് ആ താരത്തെ വീണ്ടും സ്ക്വാഡിലേക്ക് എടുക്കില്ല എന്നൊന്നുമില്ല. അതേസമയം ഈ ഇൻഡിവിജ്വൽ എററൊക്കെ സംഭവിക്കുന്ന സമയത്ത് ടീം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കളിയിൽ അങ്ങനെ റിയാക്ഷൻ നന്നായിരുന്നില്ല. ആറ്റിറ്റ്യൂഡ് ഡൗൺ ആയി, പോസിറ്റീവ് തിങ്കിങ് പോയി. ടീമിന്റെ ബാലൻസ് ആ ഫസ്റ്റത്തെ ഒരു മിസ്റ്റേക്കോട് കൂടി നഷ്ടപ്പെട്ടു. അതൊക്കെ ഒരല്പം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ പാഠമാണ് ഈ തോൽവി, എസ്പെഷ്യലി രണ്ടാം പകുതി എന്നാണ് കോച്ച് വിലയിരുത്തിയത്. അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചതെന്നുള്ള വിശദമായിട്ട് നോക്കിയാൽ, ഈ കളിയിൽ കോച്ച് കഴിഞ്ഞ സൗത്ത് കൊറിയക്കെതിരെയുള്ള കളിയിൽ ഇറക്കിയ 11-ൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തി. 8 മാറ്റങ്ങൾ വരുത്തി. ആകെ 3 താരങ്ങളെ കഴിഞ്ഞ കളി കളിച്ചവരുണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രൂണോ ഗുയിമാരസും കാസമിറോയും വിനി ജൂനിയറും. ബാക്കിയൊക്കെ കഴിഞ്ഞ 11-ൽ ഇല്ലാത്തവരായിരുന്നു. ഗോൾ കീപ്പറായിട്ട് ഹ്യൂഗോ സൗസ, ഡിഫൻസിൽ കാർലോസ് അഗസ്റ്റോ, ബെറാൽഡോ, ഫബ്രീസിയോ ബ്രൂണോ, പൗളോ ഹെൻറിക്കെ, മധ്യനിരയിൽ ലൂക്കാസ് പക്കേറ്റ, കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, മുന്നേറ്റത്തിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി, വിനി ജൂനിയർ, ലൂയിസ് എൻട്രിക്കെ. കഴിഞ്ഞ കളി 4-2-4 ഫോർമേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ 4-3-3 ഫോർമേഷനിലേക്ക് കോച്ച് മാറുകയും ചെയ്തു. അപ്പോൾ കളിയിൽ മാറ്റം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ആദ്യ പകുതി കഴിയുമ്പോൾ മോശമല്ലാത്ത പെർഫോമൻസ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുക. കാരണം 2-0 മുന്നിലായിരുന്നു. കളിയുടെ 26-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോള് പോളോ ഹെൻറിക്കയിലൂടെ ബ്രസീൽ നേടിയിരുന്നു. അത് തീർച്ചയായിട്ടും മികച്ചൊരു നീക്കത്തിനൊടുവിൽ ലഭിച്ചിട്ടുള്ള ഒരു ഗോളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ തന്നെയാണ് ബ്രസീൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് രണ്ടാമത്തെ ഗോളിലേക്കും ബ്രസീൽ പോയി. 32-ാമത്തെ മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഗോൾ പിറക്കുന്നു. അതിനും മികച്ച രൂപത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ ഫലമായിട്ട് തന്നെ സംഭവിച്ചതാണ്. പ്രത്യേകിച്ച് ആ ഒരു പാസൊക്കെ വളരെ മനോഹരമായിരുന്നു. അസിസ്റ്റ് കൊടുത്ത ലൂക്കാസ് പക്കേറ്റയുടെ ബോൾ കൃത്യമായിട്ട് എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിമനോഹരമായിട്ടാണ് ആദ്യ പകുതി കളിച്ചത് എന്ന് പറയേണ്ടി വരും. എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, എന്നാലും വെരി ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള തിടുക്കമില്ല. നല്ല രൂപത്തിൽ ബോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റഷിംഗ് ഇല്ല. ഫുൾ ബാക്സ് ആണെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് കയറുന്നുണ്ട്. അറ്റാക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചിങ് ആയിട്ട് കളിക്കുന്നുണ്ട്. സോ മോശമല്ലാത്ത പ്രകടനം. ആരെങ്കിലും മോശമെന്ന് പറയാനുണ്ടെങ്കിൽ ഒരുപക്ഷെ ലൂയിസ് എൻട്രിക്കയുടെ ഒരു പ്രകടനമായിരിക്കും. വിനി ജൂനിയർ എല്ലാറ്റിലും ഇൻവോൾവ് ആവാൻ, ബിൽഡപ്പിലൊക്കെ ഇൻവോൾവ് ആവാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്ത് ഒക്കെ കളിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. ബെറാൾഡോ നല്ല രൂപത്തിൽ ചില ലോങ് ബോളുകൾ കൊടുക്കുന്നത് കണ്ടു. ബ്രൂണോ ഗുയിമാരസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ കളിയിലും അദ്ദേഹം മികവ് കാണിച്ചു. ഈ കളിയിലും വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം നിന്നപ്പോൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല കളി ബ്രൂണോ ഗുയിമാരസിൽ നിന്ന് വന്നു. പിന്നെ പക്കേറ്റയുടെ ആ ഒരു ഗ്രേറ്റ് അസിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി മികവ് അദ്ദേഹം കാണിക്കേണ്ടതുണ്ട് നമ്പർ 10 റോളിലൊക്കെ കളിക്കുമ്പോൾ എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ പകുതി പ്രറ്റി ഡീസൻറ്റ്, നല്ലത്. രണ്ടാം പകുതിയിലാണ് കളിയാകെ കുഴഞ്ഞു മറിഞ്ഞത്. അത് പറയാതിരിക്കാൻ വയ്യ. രണ്ടാം പകുതിയിൽ ടക്കുബി മിനാമിനോ 52-ാമത്തെ മിനിറ്റിൽ ബ്രസീലിൻ്റെ വലയിലേക്ക് പന്തെത്തിക്കുന്നു. എന്താണ് അവിടെ ഫബ്രീസിയോ ബ്രൂണോ കാണിച്ചത്? പ്യുവർ ഇൻഡിവിജ്വൽ എററാണ് ബ്രസീലിൻ്റെ താളം തെറ്റിച്ചത്. അദ്ദേഹത്തിലേക്ക് ആ ബോൾ കിട്ടുമ്പോൾ അദ്ദേഹം അത് ടച്ച് ചെയ്തത് ഒരല്പം ലേസി ആയിട്ടായിരുന്നു. അടിച്ചകറ്റാനുള്ള ശ്രമമോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. മിനാമിനോ അതെടുത്ത് വലയിലേക്ക് അടിച്ചു കയറ്റി. പുവർ ഹോറിബിൾ ഡിഫെൻഡിങ്. അതാണ് ഫബ്രീസിയോ ബ്രൂണോയുടെ ഭാഗത്തുണ്ടായത്. ഒരു മിസ്റ്റേക്ക് ഒക്കെ ആർക്കും പറ്റാം. അതാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ആ ഫസ്റ്റ് എറർ സംഭവിച്ചതിന് ശേഷം ടീം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതായിരുന്നു ഇമ്പോർട്ടൻറ്റ്.
പക്ഷെ അവിടെ ടീം റിയാക്ട് ചെയ്ത് നല്ല രൂപത്തിലായിരുന്നില്ല. ആകെ പാനിക്കായി പോയി, ബാലൻസ് പോയി, ആറ്റിറ്റ്യൂഡ് ഡൗൺ ആയി. അവിടെ തന്നെയാണ് പണി കിട്ടിയത്. ആഞ്ചലോട്ടിയുടെ ആ നിരീക്ഷണം വളരെ കറക്റ്റാണ്. തീർച്ചയായിട്ടും പിന്നീട് മാറ്റങ്ങളിലേക്ക് ബ്രസീൽ പോകുന്നു. റോഡ്രിഗോ വരുന്നു, ഗബ്രിയേൽ മാർട്ടിനലിക്ക് പകരം റോഡ്രിഗോ വരുന്നു. വിനിയെ പിൻവലിച്ച് മാത്യസ് കുഞ്ഞ വരുന്നു. ബ്രൂണോ ഗുയിമാരസിനെ പിൻവലിച്ച് ജോലിൻറ്റം വരുന്നു. കളിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ആഞ്ചലോട്ടി എപ്പോഴും വലിയ പ്രശ്നമില്ല, കളി പിടിക്കും എന്ന് തന്നെ കരുതിയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ തൊട്ടു പിന്നാലെ പണിയും കിട്ടി. നക്കാമുറയുടെ ഗോള് വരുന്നു, 2-2 സമനില. നക്കാമുറ ആ ബോള്, ആ ക്രോസ് കൃത്യമായിട്ട് അങ്ങ് അടിച്ചിടുമ്പോൾ അത് വലയിലേക്ക് തന്നെ പോകുമായിരുന്നു. പക്ഷേ ഫബ്രിസിയോ ബ്രൂണോ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ സ്വന്തം വലയിലേക്ക് അടിച്ചു കയറ്റുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഓൺ ഗോൾ അല്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷെ അദ്ദേഹം അത് എന്ത് ചെയ്തില്ലെങ്കിലും പന്ത് വലയിലേക്ക് തന്നെ ആ സൈഡിലേക്ക് പോകുന്നത് ഇപ്പുറത്തേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അത് പാനിക് ആയതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. 2-2 സമനില. പിന്നാലെ 71ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ കൂടി വരുന്നു. ഇറ്റോയുടെ അസിസ്റ്റിൽ നിന്ന് വേഡയുടെ ഗോൾ. ആ ഒരു കോർണർ വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഈ താരത്തെ മാർക്ക് ചെയ്തില്ല. ഒപ്പം ഒരാളുണ്ടായിരുന്നു, പക്ഷേ അത് ഹെഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ജാപ്പാനീസ് താരം അത് ഹെഡ് ചെയ്യുന്ന എവിടേക്കാ? നേരെ നെഞ്ചത്തേക്കാണ് ഗോൾ കീപ്പറുടെ ഹ്യൂഗോ സൗസയുടെ നെഞ്ചത്തേക്ക്. സൗസയോ അതിങ്ങനെ തട്ടി വലയുടെ സൈഡിലേക്ക് അങ്ങ് ഇട്ടു. അടുത്ത ഇൻഡിവിജ്വൽ എറർ. അപ്പോൾ അതാ പറഞ്ഞത്, ഇൻഡിവിജ്വൽ എറർ വല്ലാതെ ബാധിച്ചു. അവിടെയാണ് ഈ കളി പോയിട്ടുള്ളത് എന്ന് തന്നെ പറയാം. പിന്നെ റിച്ചാലിസൺ ഇറക്കുന്നു, ലൂക്കാസ് പക്കേറ്റൊക്കെ പകരം. ഈ റിച്ചാലിസൺ കഴിഞ്ഞ 10-13 കളിയായിട്ട് ഒരു ഗോൾ അടിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഇങ്ങനെ വീണ്ടും കളിപ്പിക്കുകയാണ്. ഇഗോർ ഹീസസിനെ പോലെയുള്ളവർ അവിടെ ഉണ്ടാവുമ്പോഴാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതായിരിക്കും ഒരു പക്ഷേ ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ ഇന്ന് എല്ലാവർക്കും വിമർശനം പറയാനുള്ള ഒരു നീക്കം എന്ന് പറയേണ്ടി വരും. പിന്നെ എസ്റ്റവായോ വന്നു ലൂയിസ് എൻട്രിക്ക് പകരം. എസ്റ്റവായോ ഇറങ്ങിയത് മുതൽ നന്നായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ച് ഗോൾ വലയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. കാർലോസ് അഗസ്റ്റോക്ക് പകരം എൻട്രിക്കയും വന്നു 75ാമത്തെ മിനിറ്റിൽ. അപ്പോൾ ഇതാണ് മാറ്റങ്ങൾ വരുത്തിയത്. സോ ബ്രസീൽ പിന്നീട് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് ഫലവത്തായില്ല. സോ എന്താണ് ഈ കളി കാണുമ്പോൾ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഡിഫൻസ്, കഴിഞ്ഞ കളിയിലെ ഡിഫൻസ് പോലെയല്ല. ഈ ഡിഫൻസ് വളരെ പരിതാപകരമായിരുന്നു. ഡിഫൻസിലെ പെർഫോമൻസിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ ഫബ്രിസിയോ ബ്രൂണോ വളരെ ഹൊറിബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ വരുത്തി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഒരു 6.5 ആണ്. പിന്നെ ബെറാൽഡോ 6.6 ആണ്. കാർലോസ് അഗസ്റ്റോ 6.3. എൻട്രിക്ക് മോശമില്ലാതെ കളിച്ചു. എൻട്രിക്ക് ഒരു ഗോളൊക്കെ അടിച്ചു. 7.6 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഗോൾ കീപ്പർ ഹ്യൂഗോ സൗസയുടെ റേറ്റിംഗ് 6 ആണ്. അപ്പം സൗസയുടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്കൊക്കെ വന്നു. ഈ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും എന്തൊക്കെയോ മിസ്റ്റേക്സ് പറ്റിയതോടുകൂടി ടീം ഇംബാലൻസ്ഡ് ആയിപ്പോയി, കളി പോവുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ റൊട്ടേഷൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചതാണ്. ആഞ്ചലോട്ടി പറയുന്ന പോലെ ഇതിൽ വലിയ അങ്കലാപ്പിന് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്ന പോലെ അത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ ആരാധകർക്ക് അത് ഉൾക്കൊള്ളാൻ ഒരല്പം വിഷമമുണ്ട്. കാരണം തോൽക്കുക എന്ന് വരുമ്പോൾ അതൊരു നിരാശ ഉണ്ടാക്കുന്നതാണല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതും സമ്മതിക്കേണ്ടതുമായിട്ടുള്ള കാര്യം, ഇത് ഈ റൊട്ടേഷനുകളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് ടീമിൻ്റെ ബെസ്റ്റ് 11 അല്ല ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. ബട്ട് സ്റ്റിൽ ജപ്പാനെ പോലൊരു ടീമിനോട് കളിച്ച് ജയിക്കാനുള്ള ടീം ഉണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആഞ്ചലോട്ടിയുടെ ആ നിരീക്ഷണം തന്നെയാണ് വളരെ കറക്റ്റ്, വളരെ പെർഫെക്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് മറ്റൊന്നുമല്ല, മിസ്റ്റേക്കുകൾ ആർക്കും പറ്റാം, ഇൻഡിവിജ്വൽ എറേഴ്സ് പറ്റാം. അതുകൊണ്ട് ടീം മൊത്തം മോശമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ആ ഇൻഡിവിജ്വൽ എറർ പറ്റിയാൽ എന്ത് ചെയ്യണം? അത് ശക്തമായിട്ട് അതിന് ശേഷം കളിക്കണം. എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ആ റിയാക്ഷൻ മോശമായി പോയി, ടീം ഇംബാലൻസ്ഡ് ആയിപ്പോയി. അതാണ് പറ്റിപ്പോയത്. വരും മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും ബ്രസീൽ എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോസ് ആയിരിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു എത്താം.